ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അലംഭാവം കാണിച്ചെന്ന ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ റിപ്പോർട്ട് ഉടൻ SITക്ക് നൽകാൻ തീരുമാനം. പണി പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 4.5 വർഷമായി ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന സർക്കാരിന് ഒടുവിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് SITക്ക് ആ റിപ്പോർട്ട് പൂർണ്ണമായും കൊടുക്കേണ്ടി വന്നു, തെളിവുകളടക്കം. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് റിപ്പോർട്ട് കൈമാറുന്നത്. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുക. വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷമായി പൂഴ്ത്തിവെച്ച സർക്കാരിന് മുഖമടച്ചു കിട്ടിയ പ്രഹരമായിരുന്നു ഇന്നലെ കോടതിയുടേത്. കോടതി പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: നിഷ്ക്രിയത്വവും നിശബ്ദതയുമല്ല ഒരു സർക്കാരിൻ്റെ സാധ്യത. ഒരുപക്ഷെ സർക്കാരിന് നെഞ്ച് കലങ്ങിപ്പോയി കാണും, അത്രയും വലിയ ആഘാതമാണ് ഇന്നലെ കിട്ടിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ SITക്ക് ഈ സമ്പൂർണ്ണ റിപ്പോർട്ട് കൈമാറാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. SITയുടെ കയ്യിൽ സമ്പൂർണ്ണ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ തെളിവുകൾ പരിശോധിച്ച് ഈ പരാതിയിൽ ഈ മൊഴി നൽകിയവർ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. സർക്കാർ ഉദ്ദേശിച്ചിടത്ത കാര്യങ്ങൾ നിന്നിട്ടില്ല അല്ലേ റോഷിപാൽ? അരുൺകുമാർ, കാര്യങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത് പുറത്തുവിടില്ല എന്ന നിലപാട് സർക്കാരിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 4.5 വർഷക്കാലം പലരും വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അത് നടക്കാതിരുന്നത്. പിന്നീട് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീമിൻ്റെ നിർണായക ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് റിപ്പോർട്ട് പുറത്തു വന്നതും. റിപ്പോർട്ട് പുറത്തു വന്ന ഒറ്റ കാരണത്താലാണ് ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റിയതും ആ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ കാരണമായതും. ഏതായാലും ഇനി റിപ്പോർട്ടിന് മുകളിൽ എന്തൊക്കെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് പരിശോധിച്ച് ആ നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും സംസ്ഥാന പോലീസ്. DGPക്ക് റിപ്പോർട്ട് കൈമാറുകയും DGP പരിശോധിച്ച് അതിൽ ഒരു നടപടിയും വേണ്ടതില്ലെന്ന് മറുപടി നൽകിയെന്നടക്കം സർക്കാർ കോടതിയിൽ പറഞ്ഞെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള നിർദ്ദേശം നൽകിയത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് കൈമാറാനുള്ള തയ്യാറെടുപ്പിലാണ് സാംസ്കാരിക വകുപ്പ്. സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ആണ് ഈ റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയൻ. ഏറ്റവും അടുത്ത ദിവസം തന്നെ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് കൈമാറും. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണവും. 7 IPS ഉദ്യോഗസ്ഥന്മാരാണ്, അതിൽ വനിതാ IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുണ്ട്. ഇനി ആ റിപ്പോർട്ടിൽ FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണവുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ വനിതാ IPS ഉദ്യോഗസ്ഥന്മാരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ഈ കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം WCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇനി ഈ മൊഴി നൽകിയവർ പരാതി നൽകുമോ എന്നടക്കം അതിൽ WCCയുടെ ഇടപെടലും നിർണായകമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്.